ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യം തന്നെ എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പൊ നാളെ പെരുന്നാളാണ് ഗൈസ്. ഞങ്ങൾ എല്ലാരും മറ്റൊന്നാണ് നട്ടോ വിചാരിച്ചു. എനിക്ക് ഇങ്ങനെ പെരുന്നാളാവണത് ഇഷ്ടം. നിനക്കോ? അതായത് സർപ്രൈസ് അല്ലേ? പെരുന്നാൾ എപ്പോഴും സർപ്രൈസ് ആയിട്ട് വരുന്നത്. ഇതൊക്കെയാണ് ആമ്രൂന് നിങ്ങളോട് പറയാനുള്ളത്. കഴിഞ്ഞ എല്ലാരും ആയോ പെരുന്നാളിന്? അപ്പൊ ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് വരുമ്പോ നമുക്ക് ഭയങ്കര ഉന്മേഷം അല്ലേ? അല്ലെങ്കിൽ നമുക്ക് അറിയാലോ നാളെ പെരുന്നാളാണ്. എന്താടാ? അപ്പൊ നമുക്ക് 2 വ്ളോഗ്, നോമ്പുകളുടെ 2 വ്ളോഗ് അപ്ലോഡ് ചെയ്യാണ്ട്. അത് അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പൊ എന്തായാലും അത് പെരുന്നാൾ കഴിഞ്ഞിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഞങ്ങളിപ്പോ ഒരുങ്ങി നിക്കണത് എന്തിനാന്ന് വെച്ചാല് നമ്മള് ഡ്രസ് എടുക്കാൻ പോവാണ് ഗൈസ്. സാപ്പി വരുന്ന സമയത്ത് കടകൾ തുറക്കാത്ത കാരണം നമുക്ക് ഇതുവരെ ഡ്രസ് എടുക്കാൻ പോകാൻ പറ്റിയിട്ടില്ല. സാപ്പിക്ക് വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മള് ഡ്രസ് എടുക്കാൻ പോവാണ് അല്ലെ? കയ്യോട്ടെ നിന്നെ ഞാനൊന്ന് ശരിയാക്കി. എന്താണിത്? കെച്ചിട്ടാ ഇതെങ്ങനെ ചിരിക്ക? അപ്പൊ നമുക്ക് പോവാല്ലേ? ഇനി നമ്മളിവിടെ സംസാരിച്ച നാളെ പെരുന്നാളാവും. അപ്പൊ ഇപ്പൊ സമയം 8 മണി ആവാനായിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേഗം പോവാം അല്ലേ സാപ്പി? അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ, സപ്പോർട്ട് ചെയ്യാ, ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, കമന്റ് ചെയ്യാ. അപ്പൊ നമുക്ക് ഇനി ഡ്രസ് എടുക്കാൻ പോവാം. ഇത് പിടിക്കും. മമ്മാക്ക് സക്കാത്തയോ തന്നെ? ഇതൊക്കെ സക്കാത്ത തരാൻ പോവാട്ടോ. വലത്തെ കൈ മമ്മാക്ക് താ, മമ്മാക്ക് താ. ഓ താങ്ക് യു. എന്നാ പൊന്നു വെച്ചോ. എന്നിട്ട് തായോ മമ്മാക്ക് തായോ? തായോ മമ്മാക്ക് തന്നെ. ഓ താങ്ക് യു. എൻ്റെ മുന്നത്തെ വ്ളോഗിലും ഷോർട്സിലൊക്കെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഷോപ്പ് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്, സൂഷി. അപ്പോൾ നമ്മൾ സൂഷിയിലേക്കാണ് കേട്ടോ പോണത്. നമ്മളിങ്ങനെ ലാസ്റ്റിക്ക് വെക്കണത് മണ്ടത്തരാണ് കേട്ടോ. കാരണം നമുക്ക് നല്ല ഡ്രസ്സൊന്നും അങ്ങനെ കിട്ടില്ല. കാരണം ലാസ്റ്റ് ആകുമ്പോൾ എല്ലാവരും എടുത്ത് കൊണ്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിച്ച മോഡലൊന്നും നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ ലാസ്റ്റിക്ക് വെച്ച ഇതാണ് പ്രശ്നം. പിന്നെ നമ്മൾ സമയമില്ലാത്തതുകൊണ്ടും അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇങ്ങനെ ഓരോ ദിവസം പോയത്. അങ്ങനെ അവിടെ എത്തി ഞാൻ ഡ്രസ്സ് തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആദ്യമായിട്ടാണ് എനിക്ക് സൂഷിന്ന് ഞാൻ ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് എനിക്ക് എടുക്കാൻ പറ്റാണ്ട് വരുന്നത് കേട്ടോ. കാരണം അവിടുത്തെ എല്ലാം കഴിഞ്ഞു, ഇനി അവിടെ ഒന്നുമില്ല. പിന്നെ ഉള്ളതൊക്കെ എനിക്കൊട്ടും ഞാൻ ഇടുമ്പോൾ എനിക്ക് ഇഷ്ടാവണില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഒരു ചുരിദാർ എടുത്തു ഗൈസ്. ഞാൻ ഈ ചുരിദാർ എടുക്കില്ല വിചാരിച്ച് പോയതാണ്. ലാസ്റ്റ് അതന്നെ എടുക്കേണ്ടി വന്നു. സാപ്പിക്ക് അത് ഇട്ടപ്പോൾ ഇഷ്ടമായി പറഞ്ഞാൽ ഞാൻ കാരണം മാത്രമാണ് കേട്ടോ ഞാനത് എടുത്തത്. അതിനുശേഷം നമ്മൾ ആമ്രൂന് ഡ്രസ്സ് എടുക്കാൻ വന്നു. അപ്പോൾ ആമ്രൂന് പാൻറ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒരെണ്ണം ഇട്ട് കൊടുത്തപ്പോൾ അത് നല്ല വലുതാണ്. പിന്നെ ഒരെണ്ണം എടുത്തത് ഭയങ്കര ടൈറ്റാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ പാൻറ് എടുത്തില്ല, വേറെ ഡ്രസ്സാണ് എടുത്തത്. ആളാ ഒരു വണ്ടിയും ഇരുന്ന് കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ സാപ്പി ഇതാ ഇവിടെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ആമ്രൂന് ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞ് നമ്മളിതാ ചാൾസിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ആമ്രൂന് ചെറുതായിട്ട് വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോവാണ് ഗൈസ്. സോ ഗൈസ്, ഞങ്ങളങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് ആമ്രൂന് ഡ്രസ്സ് എടുത്ത് പോവാണ്. സാപ്പി പിന്നെ വരുമ്പോൾ എടുത്തിട്ട് വരൂലേ? അപ്പോ നമ്മൾ ഇനി തിരിച്ച് വീട്ടിൽ പോവാണ്. അപ്പൊ ഈ ഒരു വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വീട്ടിലെത്തണ വരെയാണ് അതുകൊണ്ടുള്ള കളി. അത് കഴിഞ്ഞ് പിന്നെ അതിന്റെ ഉപയോഗം ശൂന്യമായിരിക്കും. പിന്നെ ഞാനും സാപ്പിയൊക്കെയാണ് അത് ഓടിച്ച് കളിക്കുക. അപ്പൊ നമുക്ക് ഇനി ബാക്കി വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. നമ്മുടെ പെരുന്നാളിന്റെ തലേ ദിവസം എന്നെ കാണാനില്ലെന്നറിയാം, പക്ഷെ ഞാൻ പറയണ അയ്യോ. അപ്പൊ നമ്മുടെ പെരുന്നാളിന്റെ തലേ ദിവസം നമ്മൾ ഈ ഒരു വ്ളോഗിൽ കാണിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അപ്പൊ നിങ്ങൾ സ്കിപ്പ് അടിക്കാണ്ട് കാണാം അല്ലേ? പിന്നെ നമ്മൾ വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ ഷാക്യൂളും അളിയനും സർപ്രൈസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ അളിയൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ പോണ വഴി ഇവിടെ കയറിയതാണ്. ഞാൻ പറഞ്ഞില്ലേ പട്ടാമ്പിയിൽ ഞാൻ മുന്നേ ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവർ വന്നപ്പോൾ കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുന്നു. ആമ്രു ഉറങ്ങാൻ തുമ്പത്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് അവർ വന്നത്. പിന്നെ എന്താ ഉമ്മ ഇവിടെ ഇരുന്ന് വെളുത്തുള്ളിയൊക്കെ നന്നാക്കുന്നുണ്ട്. വെളുത്തുള്ളി കുറച്ച് അധികം നന്നാക്കാണ്ട് കേട്ടോ. കാരണം നമ്മൾ മാങ്ങ അച്ചാറിടുന്നുണ്ട് നാളെ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ.
പിന്നെ ഷാക്കിയോളും ആംബ്രും കൂടി കളിക്കണം ഗൈസ്. ആംബ്രു ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ. കാരണം താത്ത വരുന്നത് അവനക്ക് ഭയങ്കര ഇഷ്ടമാണ്. എത്ര ദിവസം താത്ത വരാണ്ടിരുന്നാലും അല്ലെങ്കിൽ കണ്ടില്ലെങ്കിലും കണ്ട മൂപ്പരാൾക്ക് ഒരു അടുപ്പക്കുറവുണ്ടായില്ല കേട്ടോ. അതേ ഒരു വൈബിൽ തന്നെ അവിടെ ഇരുന്ന് കളിച്ചോളും. ഭയങ്കര ഇഷ്ടമാണ് മൂപ്പരാൾക്ക് ഷാക്കിയോള് വരുന്നത്. പിന്നെ അതിന് ശേഷം നമ്മൾ പൊറോട്ടയാണ് കേട്ടോ വാങ്ങിച്ചത്. ഇന്ന് രാത്രി ഫുഡ് നമ്മൾ പെട്ടെന്ന് നാളെ പെരുന്നാളാന്ന് അറിഞ്ഞില്ലല്ലോ. അപ്പോൾ പിന്നെ കുറേ പണികളുള്ള കാരണം നമ്മൾ ഫുഡ് വാങ്ങിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പൊറോട്ടയാണ് കേട്ടോ ഗൈസ് കഴിക്കണത്. പിന്നെ മീൻകൂട്ടുണ്ട്, പിന്നെ ഗ്രേവി ഉണ്ട് കേട്ടോ. ഞാൻ ഒരു പൊറോട്ടയാണ് ഗൈസ് കഴിച്ചത്. കാരണം കുറച്ച് ലേറ്റായി, അപ്പോൾ അധികം കഴിക്കാൻ പറ്റണില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് കട്ടൻ ചായ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് വയറ് ഫുള്ളായിട്ട് ബീഫ് നന്നാക്കണ പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ. അത് നന്നാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ സമാധാനമായിട്ട് ഇരിക്കാമല്ലോ. ഗൈസ് ലൈറ്റ് കുറവുണ്ടെന്ന് അറിയാം. ഇനി എനിക്ക് റിംഗ് ലൈറ്റൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വെക്കാൻ വയ്യ ഗൈസ്. അപ്പോൾ ഇപ്പോൾ സമയം 2 മണി ആയിട്ടുണ്ട്. നമ്മൾ ആമുറ് ഉറങ്ങിയപ്പോൾ വേഗം സട്ടപ്പടയുന്ന കാര്യങ്ങൾ കഴിച്ചതാണ് കേട്ടോ. അവ ഉറങ്ങുമ്പോൾ തന്നെ ഒരു 11:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പണികളുണ്ടായിരുന്നു. അറിയാലോ പെരുന്നാളിൻ്റെ തലേ ദിവസം നമുക്ക് എന്തൊക്കെ പണികളുണ്ടെന്ന് ഫുള്ളായിട്ട് എനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റിയിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും കിടക്കട്ടെ. അപ്പോൾ നമുക്ക് നാളത്തെ വിശേഷങ്ങൾ എന്താന്ന് നോക്കി വെക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നാളെ കാണാം. എല്ലാവരോടും ഈദ് മുബാറക്. ബൈ.